സുഹൃത്തുക്കളെ, മൂന്നാം തവണയും കേരളം പിടിക്കാനിറങ്ങുന്ന LDFിനും ഇടത് ജനാധിപത്യ മുന്നണിക്കും അതിലെ പ്രധാനപ്പെട്ട പാർട്ടികളായ CPMനും CPIക്കും കനത്ത വെല്ലുവിളികൾ പാലക്കാട് ജില്ലയിൽ നിന്ന് ഉയരുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പാലക്കാട് ജില്ലയിൽ മുൻ ഷൊർണൂർ MLA 2016 തൊട്ട് 2021 വരെ ഷൊർണൂർ MLA ആയിരുന്ന, പിന്നീട് 2016 തൊട്ട് 21 തൊട്ട് ഈ സമീപ ദിവസങ്ങൾ വരെ KTDCയുടെ ചെയർമാനായിരുന്ന ഒരു കുട്ടിമന്ത്രിയാണ്, വളരെ ഉയർന്ന പദവിയാണ് ആയിരുന്ന PK ശശിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം CPMുമായിട്ടുള്ള ബന്ധം എല്ലാ കാലത്തേക്കുമായി വിച്ഛേദിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് വരുന്നത്. നാളെ രാവിലെ 10 മണിക്ക്, നാളെ 2026 മാർച്ച് 5 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് പാർവതി കല്യാണ മണ്ഡപം, ചന്ദ്രനഗർ, പാലക്കാട് ചന്ദ്രനഗർ എന്ന് പറഞ്ഞാൽ വാളയാറിനോട് അടുത്തുള്ള പ്രദേശമാണ്. അവിടെ വാളയാർ ഡാമിൻ്റെ കുറച്ച് ഇപ്പുറത്താണ്. അവിടെ യോഗം ചേരുകയാണ്. എൻ്റെ പോസ്റ്ററാണിത്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും ഇറക്കിയിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: കുടുക്കുകല്ലിനി നമ്മെ പാരമ്പര്യ ചങ്ങലകൾ, അല്ലിനി നാം അടിമകളെ. നമ്മളിനി അടിമകളല്ല, പാരമ്പര്യ ചങ്ങലകളുടെ എല്ലാ ചങ്ങലകളുടെയും കെട്ടുപാടുകൾ പൊട്ടിച്ച് സ്വന്തം കയ്യിലെ ചങ്ങല കാലപ്പഴക്കം കൊണ്ട് തൻ്റെ ചങ്ങലയാണെന്ന് വിശ്വസിക്കുന്ന അടിമയുടെ ഉടമബോധത്തിൽ നിന്ന് വിട്ടെറിഞ്ഞ് അവർ CPMുമായിട്ടുള്ള ബന്ധം വിട്ടുപോകുന്നു എന്നുള്ള സൂചനയാണ് വരുന്നത്. പരിപൂർണമായും ചുവന്ന അക്ഷരത്തിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പാലക്കാട് ജില്ലാ മാർക്സിസ്റ്റ് കൂട്ടായ്മ എന്നാണ് ആ കൂട്ടായ്മയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളത്. ഞാനിതൊന്ന് കുറച്ച് പൊക്കിക്കോട്ടെ. ഓക്കെ, ഇതിൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ല, അതുകൊണ്ടാണ് ചെരിച്ച് വെച്ച് നോക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാലപ്പഴക്കം കൊണ്ട് തൻ്റെ കയ്യിലുള്ള ചങ്ങല അത് തൻ്റെ ചങ്ങലയാണ് എന്ന് അവകാശപ്പെടുന്ന അടിമയുടെ ഉടമബോധത്തിൽ നിന്ന് മാറി യാഥാർത്ഥ്യത്തിൻ്റെ പുതിയ വഴികളിലേക്ക് പോകുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പാലക്കാട് ജില്ലാ മാർക്സിസ്റ്റ് കൂട്ടായ്മ പ്രവർത്തക കൺവെൻഷനാണ് നാളെ. ഇതുവരെ മാധ്യമങ്ങളെല്ലാം ഊഹങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നാളെ രാവിലെ 10 മണിക്ക് സാക്ഷാൽ PK ശശി ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ആ കൺവെൻഷന് നേതൃത്വം കൊടുക്കുന്നവർ ഒന്ന് വടക്കാഞ്ചേരിയിൽ നിന്നുള്ള CPMൻ്റെ മുൻ ഏരിയ സെക്രട്ടറി ഗംഗാധരൻ, അതേപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറയിൽ നിന്നുള്ള CPMൻ്റെ മുൻ പ്രമുഖനായ നേതാവ് സതീശൻ തുടങ്ങിയവരൊക്കെ ഉണ്ട്. അതായത് ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല, മറിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ചെർപ്പുളശ്ശേരി, വടക്കാഞ്ചേരി, കൊഴിഞ്ഞാമ്പാറ തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള, ജില്ലയിൽ നിന്നുള്ള വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ കാരണങ്ങളാൽ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുകയും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഗംഗാധരൻ ഉൾപ്പെടെയുള്ളവരായി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ യോഗത്തിൽ എന്തായിരുന്നാലും ഈ യോഗത്തിൽ അവർ ഉന്നയിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. അവർ ഈ വിശാലമായ സമ്മേളനം നടക്കുമ്പം അത് ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സൂചനയായിട്ട് തന്നെ കാണാവുന്നതാണ്. ഈ വാർത്തകൾ വരുന്നത് ഷൊർണൂർ MLA ആയ PK ശശി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയുന്നതെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് കൃത്യമായ സോഴ്സുകളിൽ നിന്ന് വളരെ വ്യക്തമായി അടിവരയിട്ട് ആവർത്തിച്ച് പറയാൻ പറ്റുന്ന അത്രയും 100% ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. PK ശശി ex-MLA, മുൻ KTDC ചെയർമാൻ, മുൻ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, ഒരു കാലത്ത് പാലക്കാട് ജില്ലയിലെ പാർട്ടിയെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന, നിയന്ത്രിച്ചിരുന്ന സഖാവ് PK ശശി അത് ഉദ്ഘാടനം ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജി നൽകുമ്പോൾ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാർക്സിസ്റ്റ് പ്രവർത്തക സംഗമം എന്ന പേരിട്ടിരിക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് കൊഴിഞ്ഞാമ്പാറയിലെ വിമതർ, മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി, ഒറ്റപ്പാലം തുടങ്ങിയ ഏരിയയിൽ നിന്നുള്ള പാർട്ടി മെമ്പർമാരും യുവജന സംഘടനാ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കൺവെൻഷന് ശേഷം ഒരുപക്ഷെ PK ശശി ഒറ്റപ്പാലത്തോ ഷൊർണൂരോ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നും, ആ സാധ്യത UDFുമായിട്ടൊരു അലയൻസ് ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ UDFിൻ്റെ പിന്തുണയോടെ തന്നെ, കാരണം രണ്ടും UDFിൻ്റെ സിറ്റിംഗ് സീറ്റല്ല. പക്ഷേ ഒറ്റപ്പാലത്ത് അവർ നിർത്താൻ വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത് ഹരിമാഷയാണ്. ഷൊർണൂർ എത്രത്തോളം PK ശശിക്ക് വിജയസാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ BJP നിർണായകമായ ഒരു ഫാക്ടർ ആയിരുന്നു. കഴിഞ്ഞ തവണ സന്ദീപ് വാര്യർ അവിടെ നിന്ന് നന്നായിട്ട് വോട്ട് പിടിച്ചതാണ്. പക്ഷേ നിലവിൽ അവിടെ MLA മമ്മിക്കുട്ടിയാണ്. പക്ഷേ PK ശശി 2016 തൊട്ട് 21 വരെ അവിടുത്തെ MLA എന്ന രീതിയിൽ അവിടെ അടിത്തട്ടിലുള്ള ജനകീയ ബന്ധമുണ്ട്. പിന്നെ ട്രേഡ് യൂണിയൻ കാലഘട്ടത്തിലെ നല്ല ബന്ധമുണ്ട്. ജില്ലാ സെക്രട്ടറിക്കെതിരെ ധാർഷ്ട്യം നിറഞ്ഞ നിലപാടാണ് കൊഴിഞ്ഞാമ്പാറയിലെ പാർട്ടി പ്രവർത്തകർ വിമതരാക്കിയതെന്ന് പറയുമ്പോൾ, ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു അങ്ങനെ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും പൊതുവെ ഉള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായിരുന്നാലും എനിക്ക് എൻ്റെ വിശദാംശങ്ങൾ അറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ബ്രാഞ്ച് സമ്മേളനത്തിലും ലോക്കൽ സമ്മേളനത്തിലും പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്തവരെ സമ്മേളന പ്രതിനിധിയാക്കി എന്ന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതും വസ്തുതാപരമായ എത്രത്തോളം ശരിയാണെന്നതിനെക്കുറിച്ച് ഞാനൊരു അന്വേഷണം നടത്തിയതിന് ശേഷം പിന്നീട് പറയും. ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ്. അതേപോലെ തന്നെ PK ശശിയെ പുറത്തടിക്കാൻ വേണ്ടി MP രാജേഷ് കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നുള്ളതാണ്
ഒരു ആരോപണം അവർക്കുണ്ട്. രാജേഷിന് ശശിയോടുള്ള കാരണം പി രാജേഷ് ഒരു കാലത്ത് BSന്റെ വലങ്കൈയായി അടുത്ത അനുയായിയായിരുന്ന കാലത്ത് പിന്നെ രാജേഷിനെ ശശി ഒതുക്കി എന്നതാണ് അതിൻ്റെ ശത്രുതയുടെ കാരണം എന്നും പിന്നീട് രാജേഷ് മറുകണ്ഠം ചാടി സുരക്ഷിതമായ താവളങ്ങൾ തേടിയപ്പോൾ ശശിയോട് പകരം വീട്ടി എന്ന ഒരു ആക്ഷേപവുമാണ് ഈ വിമതപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പാലക്കാട് ജില്ലാ മാർക്സിസ്റ്റ് കൂട്ടായ്മയിൽ നിന്നുള്ള സൂചനകൾ. എന്തായിരുന്നാലും ഇത് എത്രത്തോളം ശരിയാവും, എങ്ങനെയൊക്കെ ആയിത്തീരും, എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ എന്നുള്ളത് പറയാൻ വയ്യ. എന്തായിരുന്നാലും PK ശശി നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നത് 100% ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന് എന്ത് ഇടപെടൽ വന്നാലും ഒരു മാറ്റമില്ല എന്നുള്ളതാണ്. ആരൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കും, എത്രത്തോളം പാർട്ടി മെമ്പർമാർ, നിലവിലുള്ള പാർട്ടി മെമ്പർമാർ, പാർട്ടി LC മെമ്പർമാർ, അതേപോലെ തന്നെ മുമ്പ് ഭാരവാഹിത്വത്തിലും പാർട്ടി മെമ്പർഷിപ്പിലും ഉണ്ടായിരുന്നവർ, അങ്ങനെ എത്രത്തോളം പേര് ഇതിൽ പങ്കെടുക്കുമെന്നതാണ് രാഷ്ട്രീയ കേരളം മുഴുവൻ ശ്രദ്ധയോടെ നോക്കുന്നില്ലെങ്കിലും പാലക്കാടിൻ്റെ രാഷ്ട്രീയ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് സേവ് CPI ഫോറം ഉണ്ട്. K ഇസ്മായിലുമായി അനുകൂലിക്കുന്ന ആളുകൾ, നിലവിലുള്ള CPIയുടെ നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്നവർ, അവർ സേവ് CPI ഫോറവും വളരെ ശക്തമായി സജീവമായി രംഗത്ത് നിൽക്കുകയാണ്. അവർ അട്ടപ്പാടി മേഖലയിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കാലങ്ങളായത് രൂപീകരിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ CPI ഭരിച്ചിരുന്ന അവിടെയൊക്കെ അവർ ഈ സേവ് CPI ഫോറം സ്ഥാനാർത്ഥികളെ നിർത്തി. അതേപോലെ തന്നെ അവർ CPI രൂപീകരിച്ചത് തൊട്ട് ഇന്ന് വരെ CPI ഭരിച്ചിരുന്ന പഞ്ചായത്ത്, ഈ ബ്ലോക്ക് പഞ്ചായത്തിലും ഈ ഗ്രാമപഞ്ചായത്തിലുമൊക്കെ തന്നെ CPIയെ ഇല്ലാതാക്കാൻ, പൂജ്യത്തിലെത്തിക്കാൻ, CPM പോലും പഞ്ചായത്തിലില്ല, ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ UDFന് അവിടെ ഏകപക്ഷീയമായി ഭരണം കിട്ടാൻ ഈ സേവ് CPI ഫോറം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ PK ശശി നേതൃത്വം കൊടുക്കുന്ന ഈ മാർക്സിസ്റ്റ് കൂട്ടായ്മയുമായി ഇതുവരെ ഒരു അലയൻസിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാലോട് മണികണ്ഠൻ എന്ന് പറയുന്ന CPIയുടെ മുൻ ജില്ലാ നേതാവിൻ്റെ നേതൃത്വത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നം, ഇപ്പോൾ PK ശശിക്ക് ജില്ലയിലെ ചില CPM നേതാക്കന്മാരുമായിട്ടാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം ഒന്ന് K ഇസ്മായിലിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരെന്ന രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൃത്യമായി ചില ഇടപെടലുകളില്ലാതെ അന്തരിച്ചു പോയ കാനൻ രാജേന്ദ്രൻ്റെ കാലഘട്ടം തൊട്ട് ശത്രുതാപരമായ നിലപാടെടുക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള CPIയുടെ മുതിർന്ന നേതാവ് KP സുരേഷ് രാജിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതകളിലുള്ള പ്രതിഷേധം കൊണ്ടുകൂടിയാണ് അവരിങ്ങനെ രൂപീകരിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ ശക്തമായൊരു സംഘടനാ അടിത്തറ CPIക്കുള്ളതിനോട് ബദൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതോ അതിനോട് ഒരുപടി മുകളിലേക്ക് നിൽക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ അവർക്ക് രൂപീകരിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സേവ് CPI ഫോറത്തിന്. പക്ഷേ ഇവരും തമ്മിൽ ഇതുവരെ PK ശശി വിഭാഗവുമായിട്ട് ഇതുവരെ ഒരു യോജിപ്പിലെത്തിയിട്ടില്ല. ഒരു അനുരഞ്ജനത്തിൻ്റെ ഒരു പരസ്പരം കൈകൊടുത്ത് ഒരുമിച്ച് നീങ്ങാനുള്ള അവസ്ഥ ഇതുവരെ സംജാതമായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2 കേന്ദ്രങ്ങളുമായും 2 ടീമുകളുമായും ഞാൻ സംസാരിച്ചിരുന്നു. PK ശശിയുമായിട്ടോ ഈ പാലോട് മണികണ്ഠനുമായിട്ടോ ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ തന്നെയും അവരുമായി അടുത്ത് നിൽക്കുന്ന പലരിൽ നിന്നാണ്, അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ നിന്ന് ഈ വിവരങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു മാർക്സിസ്റ്റ് ശൈലിയിലുള്ള CPM-ഉം CPI-യും തമ്മിലുണ്ടായിരുന്നപ്പോൾ CPM വലിയേട്ടനാണ്. അതേപോലെ ഈ മാർക്സിസ്റ്റ് കൂട്ടായ്മയുമായി CPI ഫോറം ചേരുമ്പം വീണ്ടും ഇതേപോലെ വലിയേട്ടൻ കളി ഉണ്ടാവുമോ എന്നുള്ള ഒരു തോന്നൽ, അവരുടെ കീഴിൽ നിൽക്കേണ്ടി വരുമോ എന്നുള്ള ഒരു പ്രശ്നം അവർക്കുണ്ട്. CPI എപ്പോഴും അഭയാർത്ഥികളെ കാണുന്നത് പോലെയാണ് CPM കണ്ടിരുന്നത്. സേവ് CPI ഫോറത്തെ അഭയാർത്ഥികളെ പോലെ തന്നെ ഈ PK ശശിയുടെ നേതൃത്വത്തിലുള്ള മാർക്സിസ്റ്റ് കൂട്ടായ്മ വലിയേട്ടം കളിച്ച് കാണുമോ എന്നുള്ള ആശങ്ക അവർക്കിടയിലുണ്ട്. അവർ സംയുക്തമായി ഒരു ഓർഗനൈസേഷണൽ പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നതിന് പകരം ഇവിടെ യോഗം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പം ഈ യോഗത്തിൽ നാളെ ചന്ദ്രനഗറിൽ നടക്കുന്ന യോഗത്തിലേക്ക് സേവ് CPI ഫോറംകാർക്ക് ക്ഷണമുണ്ടെങ്കിലും അവർ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. ഒരു പൊതു തത്വവും ഒരു പൊതു ലക്ഷ്യവും ഉണ്ടെങ്കിൽ അതിനൊരു മാനിഫെസ്റ്റോ തയ്യാറായിട്ടാണെങ്കിൽ അവർ പങ്കെടുക്കാൻ തയ്യാറാവും എന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായിരുന്നാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ PK ശശി ഷൊർണൂരോ ഒറ്റപ്പാലത്തോ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ CPI ഒറ്റപ്പാലത്തും മണ്ണാർക്കാടും ഷൊർണൂരും മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ മുസ്ലിം ലീഗും ഒക്കെ മുൻകൈ എടുത്തിട്ട് ചിലപ്പോൾ ഒറ്റപ്പാലത്തും പട്ടാമ്പിയിലും മണ്ണാർക്കാടുമാണ് അവർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഷൊർണൂരല്ല. PK ശശിക്കാണ് ഷൊർണൂർ നിർദ്ദേശം മുമ്പിലുള്ളത്, ഒറ്റപ്പാലവും. പക്ഷേ PK ശശിയുമായിട്ട് ഇവർ അനുരഞ്ജനത്തിലെത്തിയിട്ടില്ലെങ്കിൽ PK ശശി മത്സരിച്ചാലും CPI ഫോറം ഒറ്റപ്പാലത്ത് മത്സരിക്കും. ഇനി അതല്ല, അവരും UDF മുന്നണിയുടെ ഭാഗമായി മാറുക, അവരുടെ ഇപ്പോൾ അസോസിയേറ്റ് മെമ്പർ RMP നിൽക്കുന്ന പോലെ നിൽക്കുക എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പട്ടാമ്പി സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മോഹസിൻ തന്നെ സ്ഥാനാർത്ഥിയാണെങ്കിലും ഇപ്പോൾ K ഇസ്മായിലിൻ്റെ നിയന്ത്രണത്തിലല്ല സേവ് CPI ഫോറംകാരുള്ളത്. കാരണം K ഇസ്മായിലിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഒരു പഴയ മിലിറ്ററിക്കാരനായിരുന്നൊക്കെ ചെങ്കൂടി പുതച്ച് മരിച്ചു പോയാൽ മതി, അല്ലാതെ ഇനി ഞാൻ ഒന്നിനും ഇല്ല എന്നൊരവസ്ഥയിൽ അതിക്കുന്ന ഒരു ഫൈറ്റിന് അദ്ദേഹത്തിനുള്ള ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒതുങ്ങിയിരിക്കുകയാണ്, സൈലൻ്റാണ്, വീട്ടിൽ തന്നെയാണ്. പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. സേവ് CPI ഫോറത്തിൻ്റെ രൂപീകരണ സമയത്തൊക്കെ അദ്ദേഹം സജീവമായിരുന്നു. അങ്ങനെ വരുമ്പോൾ
ഈ പാലോട് മണികണ്ഠനും അദ്ദേഹത്തിനോടൊപ്പമുള്ള CPI ഉണ്ടായിരുന്ന സഖാക്കളും കൂടി രൂപീകരിച്ചിട്ടുള്ള സേവ് CPI ഫോറത്തിൽ പട്ടാമ്പി സീറ്റ് UDF മത്സരിക്കാൻ അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ ഇപ്പോൾ RMPക്ക് ഒഞ്ചിയം കൊടുത്തത് അല്ല വടകര കൊടുത്തതുപോലെ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പട്ടാമ്പി സീറ്റിലും PK ശശി മത്സരിക്കുന്ന സീറ്റിലും അട്ടിമറികൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലെ CPM ആ വിഷയത്തിൽ വളരെ ജാഗ്രത പുലർത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. CPMന്റെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും എനിക്കതാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുമായിട്ടോ അല്ലെങ്കിൽ PK ശശിയുമായിട്ടോ അതല്ലെങ്കിൽ പാലോട് മണികണ്ഠനുമായിട്ടോ ഒക്കെ അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടിയ കൃത്യമായ സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. നാളെ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. ഇതിൻ്റെ ശരി തെറ്റുകളിലേക്ക്, ഇതിൻ്റെ മെറിറ്റിലേക്ക്, ഇതിൻ്റെ വസ്തുതാപരമായ വിശകലനത്തിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഇതൊക്കെ നടക്കട്ടെ. ഞാനിപ്പോൾ ഗാലറിയിലിരുന്ന് കളി കാണുകയാണ്, കരയ്ക്കിരുന്ന് കളി കാണുകയാണ്. ഞാനതിൽ ഇറങ്ങി കളിക്കുന്നതിനകത്ത് ഇറങ്ങിയിട്ട് റെഫറി ആവാനോ ഇതിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ലൈൻ റെഫറി ആവാൻ പോലും നിൽക്കുന്നില്ല. ഇതെന്താണ് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒബ്സർവ് ചെയ്യുകയാണ്. ഇവരുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് നോക്കുകയാണ്. ഇത് അറിഞ്ഞതിന് ശേഷം കൃത്യമായി ഈ വിഷയത്തിൽ എൻ്റെ ചെറിയ ബുദ്ധിക്കകത്ത് തോന്നുന്ന അഭിപ്രായങ്ങൾ ഞാൻ വളരെ കൃത്യമായി പറയേണ്ട സമയത്ത് പറയേണ്ടതായ രീതിയിൽ പറയേണ്ട വിഷയങ്ങൾ ഫോക്കസ് ചെയ്ത് കൃത്യമായി പ്രേക്ഷകരുമായി എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പങ്കുവെക്കുന്നതാണ്. തൽക്കാലം ഇത്രയും അറിയുക. വടക്കഞ്ചേരി മുൻ CPMന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഗംഗാധരൻ, കൊഴിഞ്ഞാമ്പാറയിലെ പ്രമുഖ നേതാവായിരുന്ന സതീശൻ, ഇവരെല്ലാം അങ്ങനെ CPMന്റെ പല പ്രമുഖരായ ആളുകളും നാളത്തെ ചന്ദ്രനഗറിൽ നടക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചന്ദ്രനഗറിലെ പാർവതി കല്യാണ മണ്ഡപത്തിലാണ് രാവിലെ 10 മണിക്ക്. അതിൻ്റെ ഒരു വീഡിയോയും അവർ ഇറക്കിയിട്ടുണ്ട്. പാട്ടിന് ചിലപ്പം കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓഫാക്കിയാണ്. PK ശശിയുടെ അതിൽ കൊടുത്തിട്ടുണ്ട്, ഷൊർണൂരിൻ്റെ വികസന നായകൻ 2016-2021 മുൻ MLA PK ശശിക്ക് ഷൊർണൂരിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നാളെ ചന്ദ്രനഗറിലാണ് ഈ പരിപാടി ഉള്ളത്. ചന്ദ്രനഗറിലെ പരിപാടി എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതോടൊപ്പം സേവ് CPI ഫോറം എന്ത് നിലപാടെടുക്കും, ഇതുവരെയുള്ള ഞാനിപ്പോൾ ഈ രാത്രി ഇത് ഷൂട്ട് ചെയ്യുമ്പം സമയം 8:13 നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോഴത്തേക്ക് 9 മണിയാവുമായിരിക്കും. അപ്പോഴത്തേക്ക് തീരുമാനത്തിൽ എന്തെങ്കിലും രാത്രിയിൽ അവരൊക്കെ തിരക്കിട്ട കൂടിയാലോചനകൾ നടത്തിയിട്ട് ഒരുമിച്ച് പോകാം, അസോസിയേറ്റ് ചെയ്യാം, ഒരേ പ്ലാറ്റ്ഫോമിൽ 2 കൂട്ടരും കൂടി ഒരുമിച്ച് പോകാം. 2 പേരും കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ലേ. മാർക്സിസ്റ്റ് എന്ന രാഷ്ട്രീയത്തോട് CPIക്കാർക്ക് എതിർപ്പുണ്ടാവും. അതിനകത്തൊരു വിട്ടുവീഴ്ച നടത്തി ഒരു കമ്മ്യൂണിസ്റ്റ് ഐക്യ രൂപം എന്ന രീതിയിൽ വിമത കമ്മ്യൂണിസ്റ്റുകളുടെ CPMനകത്തെയും CPIക്കകത്തെയും അസംതൃപ്തരായ ആളുകളുടെ ഐഡിയോളജിക്കലായിട്ടുള്ള ക്ലാഷിനപ്പുറത്ത് വ്യക്തിപരമായ വിഷയങ്ങളാണെങ്കിൽ കൂടുതലൊന്നും എനിക്ക് തോന്നുന്നു CPIക്കകത്ത് ഐഡിയോളജിക്കൽ ക്ലാഷാണ്, മറ്റേത് പേഴ്സണലാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായിരുന്നാലും ഇത് പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതിലും നിർണ്ണയിക്കുന്നതിലും നിശ്ചയിക്കുന്നതിലും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി തീരും, ഒരു മൈൽ സ്റ്റോണായി തീരും. എന്തായിരുന്നാലും CPMഉം UDFഉം ഇവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, CPIയെ സംബന്ധിച്ചിടത്തോളം, സേവ് CPI ഫോറം എന്ന് പറഞ്ഞ CPI വിമതരെ സംബന്ധിച്ചിടത്തോളം, PK ശശിയുടെ നേതൃത്വത്തിലുള്ള ഈ മാർക്സിസ്റ്റ് കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം, PK ശശിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി, അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി EM സുരേഷ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വ്യക്തിപരമായി, CPIയുടെ ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ വ്യക്തിപരമായി ഒക്കെ സംഘടനാപരമായും വ്യക്തിപരമായും ഒരുപാട് പേരുടെ ഭാവി എന്തായിരിക്കും എന്ന് നിശ്ചയിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് നാളത്തെ രാവിലെ 10 മണി തൊട്ടുള്ള യോഗം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ആർക്കും ഭാവുകങ്ങൾ നേരുന്നില്ല, ആർക്കും ലാൽസല നേരുന്നില്ല. ഞാൻ ഇതുവരെ ആരുടെ പക്ഷത്ത് നിലയുറപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാ ഈ എൻഡുകളുമായിട്ടും ഐ ഹാവ് എ ഹോട്ട് ലൈൻ വിത്ത് ഓൾ ഓഫ് ദം ആൻഡ് ഐ ഹാവ് എ ഗ്രീൻ ചാനൽ ആക്സസ്. ഇവരിൽ എല്ലാവരുടെയും ഗ്രൂപ്പുകളുമായിട്ടും അവരുടെ ടീമുമായിട്ടും ബന്ധപ്പെടാനുള്ളത് നിലവിൽ അത് വെച്ചുകൊണ്ട് ഇവരുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നോക്കിയിട്ട് നല്ലത് ആര് ചെയ്യുന്നോ, നല്ല ആശയങ്ങൾ ആര് മുന്നോട്ട് വെക്കുന്നോ അവരുടെ കൂടെയായിരിക്കും ഞാൻ തുറന്ന മനസ്സോടെ സമീപനം സ്വീകരിക്കുക. അതിനപ്പുറത്ത് നിഷ്പക്ഷമായി ഈ വിഷയങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക എന്ന വലിയ മാധ്യമപ്രവർത്തകനൊന്നും അല്ലെങ്കിലും മാധ്യമപ്രവർത്തനത്തിൻ്റെ എനിക്കറിയാവുന്ന മാധ്യമപ്രവർത്തനത്തിൻ്റെ ചെറിയ എത്തിക്സ് വെച്ചുകൊണ്ട് അത് മാത്രം തീരുമാനിച്ച് അത് മാത്രം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഗുഡ് നൈറ്റ്.